ഇന്നി അഅജസ്തു അൻ അഷ്കുറ നിഅമതക യാ റബ്ബി, നിനക്ക് നിന്റെ നിഅമത്തിനെ നന്ദി ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഫഖാല റബ്ബു, അപ്പോൾ റബ്ബ് പറഞ്ഞു അൽ ആന ശകർതനി യാ ദാവൂദ്, ഇപ്പോൾ നീ എനിക്ക് ശുക്ർ ചെയ്ത് കഴിഞ്ഞു. എന്താ ശുക്ർ? എന്ത്? എനിക്ക് കഴിയൂല എന്ന നിന്റെ ബോധമാണ് നിന്റെ ശുക്ർ. ഇന്നി അഅജസ്തു അൻ അഷ്കുറ നിഅമതക യാ റബ്ബി, റബ്ബേ നീ ചെയ്ത നിഅമത്തിനെ നന്ദി ചെയ്യാൻ എനിക്ക് കഴിയൂല. ഫഖാല റബ്ബു, അപ്പോൾ റബ്ബ് പറഞ്ഞു അൽ ആന ശകർതനി യാ ദാവൂദ്, ദാവൂദേ ഇപ്പോൾ താങ്കൾ ശുക്ർ ചെയ്ത് കഴിഞ്ഞു. അതെന്നെ എന്ത്? അജിസ്. എന്താ അജിസിന്റെ അർത്ഥം? പറയേ. അയോഗ്യത, അശക്തത, കഴിവില്ലായ്മ, അജിസ്. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ നിധി എന്താണ്? ലാ ഹൗല വലാ ഖുവത. എന്താ ലാ ഹൗല വലാ? അജിസാണ്. അലാ അദുല്ലുക്കും അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന ഖാലൂ ബലാ യാ റസൂലല്ലാഹ് ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അത് അജിസാ. ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. നിസ്കരിക്കാൻ വരൂ, വിജയത്തിലേക്ക് വരൂ. അപ്പം നമ്മൾ എന്താ പറയുന്നത്? അജിസാ, അജിസ്. കഴിയൂല 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 കഴിയൂല. നോമ്പ് നോറ്റാൽ റബ്ബിലേക്ക് അടുക്കൂലേ എന്ന് ഇന്ന് പ്രഭാഷണ മധ്യേ ഒരാൾ ചോദിച്ചു. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എന്തുകൊണ്ട്? അടുക്കൂല, അടുക്കും. നോമ്പോറ്റാൽ റബ്ബിലേക്ക് അടുക്കൂലേ? അടുക്കൂല. അടുക്കോ? അടുക്കും. അടുക്കൂലേ? അടുക്കൂല. അടുക്കോ? അടുക്കും. നിസ്കരിച്ചാൽ റബ്ബിലേക്ക് അടുക്കൂലേ? അടുക്കും. അടുക്കോ? അടുക്കൂല. അടുക്കില്ലേ? അടുക്കൂലേ? അടുക്കും. അടുക്കോ? അടുക്കൂല. ഹജ്ജ് ചെയ്താൽ റബ്ബിലേക്ക് അടുക്കൂലേ? അടുക്കും. അടുക്കോ? അടുക്കൂല. അടുക്കൂലേ? അടുക്കും. അടുക്കോ? അടുക്കൂല. അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ ഒരു മാധ്യമം മാത്രമാണ്. മാധ്യമത്തിൽ വഞ്ചിതരാകുന്നവരാണ് ഇന്ന് മുസ്ലിമീങ്ങൾ. ഈ മാധ്യമത്തിൽ നമ്മൾ വഞ്ചിതരാക്കേണ്ടത്, നമ്മളെ കൽബ് തുറക്കണം. ഈ കൽബ് തുറക്കാൻ എന്താ ചെയ്യുന്നത്? ഒന്ന്, ഈ സായത്തിനെ പറ്റി ബോധമുണ്ടാവുക. ഈ സായത്തിനെ പറ്റി ബോധമുണ്ടാവുക. ഒന്ന്, ഇന്ന് എന്ന ദിവസത്തെ ബോധമുണ്ടാവുക. ബോധം ഉണ്ടാവണം. ബോധം. ബോധം ബോധം എന്നൊരു സംഗതി വേണം. 2 ലക്ഷം 3 ലക്ഷം ഉറുപ്പിക ചിലവാക്കി ഒരാൾ ഗൾഫ് പോയി. ഞാനിവിടുന്ന് 10 ഉറുപ്പിക ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് എന്നൊരു ബോധം ഇല്ലാത്ത കാലത്തോളം അവനൊന്നും അവിടുന്ന് നേടൂല. ആ വിസക്ക് ചിലവാക്കിയ 3 ലക്ഷവും അവന് നഷ്ടമായിരിക്കും. അമലുകളെല്ലാം മാധ്യമങ്ങൾ മാത്രമാണ്. നല്ലോണം ഇങ്ങോട്ട് നോക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണേ ഇല്ല. കുറേ ആളുകൾ ഇങ്ങനെ മേപ്പെട്ട് നോക്കിയിരിക്കുകയാണ്. വളരെ തല കൊടുത്തിട്ട് ഈ കാര്യം ചിന്തിക്കണം. കല്യാണം കഴിച്ച് ഭാര്യയുമായി സന്ധിക്കുന്ന ഒരു സമയം, ആദ്യമായി അവൻ ഭാര്യയുമായി സന്ധിക്കുകയാണ്. ഇതിൻ്റെ പുതിയ എണ്ണാണ്, ഭാര്യയാണ്, ഇവളെ കെട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചിലവാക്കിയത്. ഇവളുമായി ആദ്യമായി ഞാൻ സന്ധിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ ആ ബോധം ഉണ്ടെങ്കിൽ അവൻ നേരം വെളുത്താലും അവൻ ഉറക്കം വരില്ല. ആ ബോധമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് ആളുകൾക്ക് കൈ കൊടുത്തതും ആളുകളുമായി സംസാരിച്ചതും ചോറ് വിളമ്പി കൊടുത്തതുമായ ക്ഷീണത്തിൽ അവൻ ആ നേരത്തെ ഉറങ്ങി നേരം വെളുത്താലും എണീക്കില്ല. രണ്ടും മണിയറയിൽ സംഭവിക്കും. ബോധമാണ് വിഷയം. അപ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ആഷുറ ആണ്. ഇന്നൊരു വല്ലാത്ത ദിവസമാണ്. ഞാൻ ദാറുൽ ഖുർആൻ്റെ മുറ്റത്താണ്. 350 ആഴ്ച വെള്ളിയാഴ്ച രാവിലെ അള്ളാഹ് എന്ന് പറഞ്ഞ ഒരു മജ്‌ലിസിലാണ്. ഒക്കെ നമ്മൾ ചിന്തിക്കണം. അതൊക്കെ നമ്മൾ തലയൊക്കെ കയറ്റി കൊണ്ടുവരണം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് ആഷുറ ആണ്. അതിൻ്റെ അവസാന സമയത്താണ് ഞാനുള്ളത്. എൻ്റെ റബ്ബിൻ്റെ വാതിൽ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ വാതിൽ തുറക്കണം. എന്നാൽ റബ്ബിൻ്റെ വാതിൽ തുറക്കും. ഒരാൾ റബ്ബിലേക്ക് നടന്നു പോയാൽ റബ്ബ് അവനിലേക്ക് ഓടി വരും. റബ്ബിലേക്ക് അവൻ നടന്നിട്ടില്ലെങ്കിലോ റബ്ബ് ഓടി വരില്ല. അപ്പം റബ്ബ് ആരിലേക്ക് ഓടൂല. നീ റബ്ബിലേക്ക് നടക്കുമ്പോൾ റബ്ബ് നിന്നിലേക്ക് ഓടും. റബ്ബ് ഒരാളിലേക്ക് ഓടൂല.
റബ്ബിലേക്ക് നീ ഒരു ചാൺ അടുത്താൽ റബ്ബ് നിന്നിലേക്ക് ഒരു മുഴം അടുക്കും. നീ ഒരു ചാൺ അടുക്കുക എന്നുള്ളത് നിന്റെ ബാധ്യതയാണ്. അപ്പോൾ റബ്ബ് നിന്നിലേക്ക് ഒരു മുഴ അടുക്കും. എന്നാൽ റബ്ബാരിലേക്ക് എങ്കിലും ഒരു മുഴ അടുക്കാറുണ്ടോ? ഇല്ല. ഓരിലേക്ക് റബ്ബ് അടുക്കൂല. റബ്ബ് ആരിലേക്കും അടുക്കൂല. എപ്പോഴാണ് റബ്ബ് അടുക്കുക? റബ്ബിലേക്ക് നീ ഒരു ചാൺ അടുക്കുക എന്ന ബേസിക് കർമ്മം നീ ചെയ്യുമ്പോൾ റബ്ബ് നിന്നിലേക്ക് ഒരു മുഴം അടുത്തിരിക്കും. നീ അടുത്തില്ലെങ്കിൽ അടുക്കൂല. അവൻ അടുക്കുമ്പോൾ നീ അടുക്കുകയല്ല, നീ അടുക്കുമ്പോൾ അവൻ അടുക്കുക. അങ്ങനെയല്ലേ ഹദീസ് ഷരീഫ്? അങ്ങനെയല്ലേ? മാസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വല അർജുല. എൻ്റെ അടിമ എന്നിലേക്ക് അടുത്താൽ ഞാൻ അവൻ്റെ കയ്യും കണ്ണും കാലും ഒക്കെ ആവും. അവൻ എന്നിലേക്ക് നടന്നാൽ ഞാൻ ലെവലിലേക്ക് ഓടി വരും. ഇതൊക്കെ ടൂളുകൾ മാത്രമാണ്. ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോണില്ല. രക്ഷ വാതിൽ തുറക്കലാണ്. എവിടെയാണ് വാതിൽ? ഹൃദയത്തിൻ്റെ വാതിൽ. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താ പ്രശ്നം? ഹൃദയത്തിൻ്റെ പൂട്ട് മാത്ര പ്രശ്നം. ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കൽ മാത്രമാണ് പ്രശ്നം. അപ്പോൾ കുറച്ച് അമലുകൾ നമുക്ക് ചെയ്യാം. ഞാൻ നേരം കളയുന്നത് വയല് പറയുന്ന ദിവസമല്ല. എന്നാലും ഞങ്ങളോട് പറയാം, ഇന്ന് രാവിലെ പറഞ്ഞ ഇതിനൊക്കെ എതിരാണ്. എന്നാൽ രാവിലത്തെ വയല് ശരിക്കൊരാൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ മജ്‌ലിസിലും വരില്ല. നേരെ എതിരാണെന്ന് രാവിലെ പറഞ്ഞത്. എന്നാൽ എതിരാണോ? ഒരിക്കലും അല്ല. അതിൻ്റെ ബാഹ്യമായ അർത്ഥം വെച്ച് പോകുകയാണെങ്കിൽ അത് ഒക്കെ തെറ്റാണ്. ഈ പറഞ്ഞ ഞാൻ ഇന്നലെ നോമ്പ് വെച്ചിട്ടുണ്ട്, ഇന്ന് നോമ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ നോമ്പ് വെച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് നോമ്പ് വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ നോമ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുമോ? ഇല്ല. നോമ്പ് നോൽക്കാത്ത ഒരാൾ റബ്ബിലേക്ക് അടുക്കാതിരിക്കുമോ? അതുമില്ല. ഒരുത്തൻ ഇന്നലെ പണിയാണ്, ഇന്നും പണിയാണ്. ഒരു മാസമായിട്ടൊരു പണി കിട്ടിയതാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല. കുട്ടികൾക്ക് സ്കൂൾ ബാഗ് വാങ്ങാൻ പൈസ കൊടുത്തിട്ടില്ല. സ്കൂൾക്ക് കുട്ടികൾക്ക് വേണ്ട നോട്ട് ബുക്കുകൾ നോക്കി വാങ്ങിയിട്ടില്ല. വല്ലതും പീടികയിൽ കടാണ്. അപ്പോൾ ഇന്നലെയും പണിക്കോയി, ഇന്നും പണിക്കോയി. നാളെ പണിയില്ല. നാളെ മുതൽ പോകാമെന്ന് വിചാരിച്ചാൽ നാളെ പണിയില്ല. ഒരു പണി വന്നതാണ്. ആ പണി കടം ഈ 2 ദിവസം കൊണ്ടാണ് വീട്ടിൽ പോവുക. ആവറേജ് വീട്ടുക. അപ്പോൾ അവൻ പണിക്കുപോയി. പണിക്ക് പോകുമ്പോൾ സ്വാഭാവികമായും കഷ്ടപ്പാടുള്ള പണിയാണ്. അപ്പോൾ സ്വാഭാവികമായും അവന് നോമ്പെടുക്കാൻ കഴിയില്ല. അപ്പോൾ അവൻ അവിടുന്ന് നോമ്പ് പറ്റില്ല. അവൻ ഭക്ഷണം കഴിച്ചു. അവൻ പുഴയിലിറങ്ങി മണൽ മുങ്ങാണ്. അവൻ്റെ ഓരോ ദ്വാരത്തിലൂടെയും വെള്ളം മേലെ കയറും. അപ്പോൾ അവൻ നോമ്പെടുക്കുന്നത് പലപ്പോഴും കഴിയില്ല. മനസ്സിലാവേണ്ട പറഞ്ഞത്, അവൻ ഇങ്ങനത്തെ പണിയെടുക്കുക, ഭക്ഷണം കഴിച്ച് നോമ്പില്ലാണ്. പക്ഷേ ഓരോ സമയത്തും അവൻ ചിന്തിക്കുകയാണ്, റബ്ബേ എൻ്റെ ഒരു ഗതി ഇക്കൊല്ലം എങ്ങനെയായി പോയല്ലോ, പഠിച്ചോനെ നിനക്കൊരു നോമ്പ് പറ്റിയിട്ട് നിന്നിലേക്ക് കൈപൊന്തിക്കാൻ ഈ ദോഷിയായ അടിമൊക്കെ കഴിഞ്ഞില്ലല്ലോ. എങ്കിൽ അവൻ റബ്ബിൻ്റെ മുഖറബായിരിക്കും. കാരണം അവൻ്റെ ദോഷത്തെ മനസ്സിലാക്കി. അവൻ റബ്ബിൽ നിന്ന് അകലെയാണെന്ന് അവൻ ചിന്തിച്ചു. അതേസമയത്ത് നമ്മൾ അഭിമാനിക്കുകയാണ്. എന്താ അഭിമാനിക്കണത്? ഇക്കൊല്ലത്തെ ആശുറാവും താസ്വാവും ഏതായാലും അത് ക്ലിയറാണ്. വളരെ ചിന്തിക്കണം. എന്നതൊക്കെ ചെയ്യണ്ടേ? 100% ചെയ്യണം. പക്ഷേ നിന്റെ ഹൃദയത്തിനെ പണി നിനക്കല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം റാഹത്താക്കി തരട്ടെ. മനസ്സറിഞ്ഞ് ആമീൻ പറയാം. അല്ലാഹു തആല ഒക്കെ റാഹത്താക്കി തരട്ടെ. ചിന്തിക്കുക. അല്ലാഹു ഏകാധിപതിയാണ്. നമ്മൾ റബ്ബിൻ്റെ അടിമയാണ്. അല്ലാഹു ഏകാധിപതിയാണ്. എന്ത് ചെയ്താലും അവൻ യോഗ്യനാണ്. നമ്മൾ എന്ത് ചെയ്താലും അയോഗ്യരാണ്. നമ്മൾ എന്ത് ചെയ്താലും അയോഗ്യരാണ്. അവൻ എന്ത് ചെയ്താലും യോഗ്യനാണ്. നമ്മളെ നരകത്തിലിട്ടാലും അവൻ നീതിമാനാണ്.
നമ്മളെ സ്വർഗത്തിലിട്ടാലും നമ്മളോട് നല്ലവരല്ല. അവരെ ഉള്ളിലുള്ള വൃത്തികേട് അവൻ നീക്കിക്കളഞ്ഞിട്ടേ അവരെ സ്വർഗത്തിൽ കയറ്റൂ. അപ്പം നമ്മൾ സ്വർഗത്തിൽ കയറാൻ വരുമ്പോഴും നമ്മളിൽ എന്തുണ്ട്? വൃത്തികേടുണ്ട്. ഏതാ സൂറത്ത്? അറിയോ? എന്താ സൂറത്ത്? നോക്കളെ സൂറത്ത് നോക്ക്. നമ്മളെ നരകത്തിലിട്ടാലും അവൻ മഹാനാണ്, നമ്മളെ സ്വർഗത്തിലിട്ടാലും നമ്മൾ ചണ്ടിയാണ്. നമ്മളെ അവൻ സ്വർഗത്തിലിട്ടാലും നമ്മൾ സ്വർഗത്തിൽ കയറിയാലും നമ്മൾ ചണ്ടിയാണ്. എന്തേ? അവൻ്റെ ഒരു പണി നടന്നിട്ടില്ലെങ്കിൽ സ്വർഗത്തേക്കും നമുക്ക് കയറാൻ കഴിയില്ല. എന്താ പണി? നാം നീക്കിക്കളയും മാഫി സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ള വൃത്തികേടുകളെ. ഓക്കെ, നീ പറഞ്ഞ ശരിയാ. ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين. ونزعنا ما في صدورهم من غل. അവരുടെ ഹൃദയത്തിലുള്ള വൃത്തികേടിനെ അള്ളാഹു തആല വൃത്തികേട് അതൊക്കെ അള്ളാഹു തആല നീക്കിക്കളയും. ഇഖ്വാനൻ, എന്നിട്ട് അവരെ സഹോദരന്മാരാക്കും. എന്നിട്ട് അവർ അലാ സുറുറി മുത്തഖാബിലീൻ സ്വർഗത്തിൻ്റെ കട്ടിൽ കയറിയിട്ട് ഫേസ് ടു ഫേസായി ഇരിക്കും. അതുകൊണ്ട് തല്ലുണ്ടാവില്ല സ്വർഗത്തിൽ. പറയും തല്ലുണ്ടാവില്ല. എന്തുകൊണ്ട്? ഇവിടെ ഇപ്പോൾ നമ്മൾ അപ്പുറത്തിപ്പുറത്ത് ഇരിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് ഇരിക്കാം, 11-ാം മിനിറ്റിൽ തല്ലുറപ്പാം. ഒരുത്തൻ ലീഗായിരിക്കും, ഒരുത്തൻ കോൺഗ്രസ് ആയിരിക്കും. ഏറമ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഒരുത്തൻ കോൺഗ്രസ് ആണെങ്കിൽ തന്നെ തല്ലുണ്ട്, ഒരുത്തൻ ലീഗാണെങ്കിൽ ഒരുത്തൻ സമസ്തയാണെങ്കിൽ തല്ലുണ്ടാവും, ഒരുത്തൻ AP ആണെങ്കിൽ. എന്തുകൊണ്ട്? ഒന്നും ഓരോ ദോഷമല്ല. എന്തേ? ഇവരൊക്കെ ഉള്ളിൽ എന്തുണ്ട്? ഈ ജാതി ചെളികളെ ഒഴിവാക്കും. എന്നിട്ട് അലാ സുറുറിൻ മുതഖാബിലീൻ, എന്നിട്ട് അവർ കട്ടിലിൽ ഫേസ് ടു ഫേസ് ആയിരിക്കും. ഇല്ലെങ്കിലോ പിന്നെ മദ്യം പറയാൻ വേണ്ടി മലക്കൾ വരണ്ടേ? അത് നീക്കിയില്ലേ? കട്ടിലിൽ ഇരുന്നതേ ഓർമ്മയുള്ളൂ, അണികൊന്നാണ് കൊടുക്കും. മനസ്സിലായില്ലേ? അവിടെ ആ ആയത്തൊക്കെ കൊണ്ടുവന്ന ശൈലികൾ നോക്കി. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ കയറിയാലും ചണ്ടിയാണ്, നമ്മൾ നരകത്ത് കയറിയാലും ഈ നരകത്തിൽ നമ്മളെ ഇട്ടു. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടും നരകത്തിലിട്ടു. കൊണ്ട് തൃപ്തി നമ്മളെ നരകത്തിലിടാനാണ്. ആയിക്കോട്ടെ, എന്നാലും അള്ളാഹു നമ്മളെ നരകത്തിലിട്ടു. പക്ഷേ നമ്മളെ മേലെ അള്ളാഹു തൃപ്തി ഉണ്ടെങ്കിൽ നരകത്തിൽ കടന്നാലും നീ മഹാനാണ്. എൻ്റെ ആ നരകം സ്വർഗമാക്കാനും ആർക്ക് കഴിയും? ആൾ നരകത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു സംഭവം പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിന്നാർ, ആ ഭാഗത്തെ നരകം കിട്ടു. കാരണം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ആളാണ്. അള്ളാഹ് എന്ത് കാട്ടിയാലും വിരോധമില്ലാത്ത ആളാണ്. അപ്പോൾ നരകത്തിൽ ചാടിയാൽ അള്ളാഹ് പറയും നരകത്തിൽ ചാടിക്കോ. ആരോട് പറയും? റാളിയോട് പറയും. അവൻ സംതൃപ്തനാണ്. ആരിൽ? അള്ളാഹുവിൽ. അമലൊന്നും വല്ലാതെ ചെയ്തിട്ടില്ല, പക്ഷെ അവൻ അള്ളാഹിന് ഭയങ്കര തൃപ്തിയാണ്. എൻ്റെ റബ്ബ് എന്തിനാലും നല്ലതാണ്, എൻ്റെ റബ്ബിനെ നരകത്തിലിട്ടാലും നല്ലതാണ്, ഞാൻ അതിന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന സ്ഥലം അള്ളാഹ് നരകത്തിലിട്ടു. അപ്പോൾ എന്ത് വിചാരിച്ചു? ഞാൻ നരകത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ നരകത്തിൽ ചാടും. ഫഹമദത്തിന്നാറു, ആ ഭാഗത്തെ നരകം കെടും. എന്തേ? ഇവൻ റാളിയാണ്. നമ്മളോ അള്ളാഹു തആല നമ്മളെ പോലത്തെ അള്ളാഹു തആല നരകം വിധിച്ചാൽ നമ്മളെന്താ തോന്നുക? ഇങ്ങനെയൊക്കെ നിസ്കരിച്ചും ആശുറായിന് മേമേറണം കരഞ്ഞിട്ടും ഈ ജാതിയിൽ ചതി ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. വല്ലാത്തൊരു ചതിയായി പോയി പഠിച്ചോന്. ഏറ്റവും വലിയ തിരിയലടാ നിസ്കാരം, തിരിയലല്ല.
പടച്ചോനെ തിരിയലാണ്. പടച്ചോനെ തിരിയാറാ എന്നെ തിരിയലാണ്. ഞാൻ ഇല്ലാൻ തിരിയലാണ്. ഞാൻ അതിന് മാത്രമൊന്നും ഇല്ല എന്ന് തിരിയലാണ്. ലാ തഖൂമു, ഞാൻ കയറി വരുമ്പോൾ നിങ്ങൾ എണീറ്റിക്കരുത്. കമാ തഖൂമുൽ ആജിമു ബഅ്ളുഹും മിൻ ബഅ്ളിൻ. പല നാട്ടുകാരും പല കുഫറിൻ്റെ അഹ്ലുകാരും നേതാക്കന്മാർ വരുമ്പോൾ എണീറ്റ് നിൽക്കുന്നത് കാണും. നിങ്ങൾ ചെയ്യുന്നത് പോലെ അവർ ചെയ്യും പോലെ ഞാൻ വരുമ്പോൾ നിങ്ങൾ എണീക്കരുത് എന്ന് പുണ്യ റസൂൽ ചിന്തിക്കുക. ഞാൻ വരുമ്പോൾ നിങ്ങൾ എണീറ്റിക്കരുത്. അങ്ങനെ ഒരു സദസ്സിലേക്ക് പുണ്യ റസൂൽ പോയി. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ നിമിഷകവിയായ ഹസ്സാൻ ഇബ്നു സാബിത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്സാൻ പാടി അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖുമു. അയ്യയ്യേ, എത്ര വലിപ്പമുണ്ടല്ലോ നിങ്ങളൊക്കെ. നബികൾ പറയപ്പോ ഞാൻ കാണുമ്പോൾ നിങ്ങൾ എണീറ്റിക്കണ്ട. അത് നബി സ്വയം ചെറുതാകുക, അത് നബിയുടെ വലുപ്പത്തരമാണ്. ആരെടുക്കൽ അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മുൻ, ബുദ്ധിയും ഇവരുള്ള ആളുകളെ പറ്റി എനിക്ക് അത്ഭുതം തോന്നുക. യറാ ഹാദൽ ജമാൽ, ഈ അഴക് ഇവിടെ കയറി വന്നിട്ടും വലാ യഖുമു, അവർക്ക് എണീക്കാൻ തോന്നിയില്ല. ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ പാട്ടാണ്. അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു യറാ ഹാദൽ ജമാൽ വലാ യഖൂമു. അതേ സമയത്ത് നാട്ടിലേക്ക് ഇമാമത്തെക്കാൻ വേണ്ടി ഒരു സഹാബിയെയും കൊണ്ട് റസൂലുള്ളാഹ് ആ സഹാബികളെ ആ നാട്ടിലേക്ക് പോയി. അപ്പോൾ അവരങ്ങനെ ഇരിക്കുക. അപ്പോൾ റസൂലുള്ളാഹ് ലാ ഖുമു ലിസൈദിക്കും, നേതാവാണ്, ഖുമു ലിസൈദിക്കും, നിങ്ങൾ നേതാവ് വരികയാണ്. ആരാ നേതാവ്? അന്ന് മുതൽ അവിടുത്തെ ഇമാമ്, പള്ളിയിലെ ഇമാമ്. പള്ളിയിലെ ഇമാമ് കയറി വരുമ്പോൾ അങ്ങനെ ഇരിക്കുക എന്ന് വെച്ചമാരെ. അതേ സമയത്ത് നിന്നെ കാണുമ്പോൾ നിങ്ങൾ എണീറ്റിക്കാൻ പാടില്ല. എന്താ അതൊക്കെ എവിടെയാണ് നിങ്ങൾ കണക്കൂട്ടുക? എവിടെയാണ് ഈ കണക്ക്? ഒരാൾ സ്വന്തം വലിപ്പത്തരം മനസ്സിലാക്കാൻ പാടില്ല. വഹി വന്നു, നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സമൂഹത്തിൻ്റെയും നേതാവ്. അപ്പോൾ പറഞ്ഞു അന സയ്യിദ് വൽദി ആദം, ഞാൻ ആദം സന്തതികളിൽ നേതാവാണ്. വലാ ഫഖർ, പൗറല്ലോ, പറയാൻ പറഞ്ഞതാണ്. അത് പറയാം. പത്രാസല്ലോ, ഞാൻ പത്രാസ് പറയല്ലോ. പറയൽ എനിക്ക് നിർബന്ധമാണ്. കാരണം എന്നോട് ആര് പറഞ്ഞു? ജിബ്രീൽ പറഞ്ഞു. എനിക്ക് പറയല്ല, നിർവാഹമില്ല. പക്ഷേ നിന്റെ പത്രാസല്ലട്ടാ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഈ മജ്‌ലിസിലൊന്നും പങ്കെടുക്കാത്തൊരു മനുഷ്യനെ അള്ളാഹ് അന്ന് കബൂലാക്കിയിട്ടുണ്ടോ? നമ്മളെ അള്ളാഹ് തള്ളിയിട്ടുണ്ടാവാം. അള്ളാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. കണക്കെവിടെയാ? കണക്ക് മനസ്സിൻ്റെ വാതിൽ തുറക്കലാണ്. മനസ്സിൻ്റെ വാതിൽ തുറക്കാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ്റെ നിസാരത്ത് മനസ്സിലാക്കല. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്കും. അങ്ങനെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ. അല്ലാഹുവേ, നിനക്ക് ശുക്ർ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയൂല. ഒരിക്കലും സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ മുന്നിൽ ശുക്ർ ചെയ്യാൻ, നന്ദി ചെയ്യാൻ ദാവൂദ് തീരുമാനിച്ചു. അപ്പോൾ ചെയ്ത നിഅമത്തുകൾക്ക് വേണ്ടി, അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തിന് വേണ്ടി സയ്യിദുനാ ദാവൂദ് ശുക്ർ എന്ന് സുജൂദിൽ വീണു. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ആ സുജൂദിൽ കിടക്കുന്നതിന് മുമ്പുള്ള നിഅമത്തിനല്ലേ നീ സുജൂദ് ചെയ്ത് നന്ദി കാണിച്ചത്? അപ്പോൾ സുജൂദിൻ്റെ നേരത്തെ ഞാൻ നിനക്കൊരു ജീവിതം തന്നിട്ടുണ്ടല്ലോ, അതോ? അപ്പോൾ വീണ്ടും സുജൂദ് കിടന്നു. അപ്പോൾ പിന്നെയും പ്രശ്നമായി. എന്ത്? ആ സുജൂദിൻ്റെ നേരത്തിലോ കുറേ സുജൂദ് ചെയ്തിട്ട് കുഴങ്ങി. അപ്പോൾ പറഞ്ഞു, ഇന്നി അഅജസ്തു അൻ അഷ്കുറ നിഅമതക യാ റബ്ബി, നിനക്ക് നിന്റെ നിഅമത്തിനെ നന്ദി ചെയ്യാൻ എനിക്ക് കഴിയില്ല.
ഫഖാല റബ്ബു, അപ്പോൾ റബ്ബ് പറഞ്ഞു അൽ ആന ശകർതനി യാ ദാവൂദ്, ഇപ്പോൾ നീ എനിക്ക് ശുക്ർ ചെയ്ത് കഴിഞ്ഞു. എന്താ ശുക്ർ? എന്ത്? എനിക്ക് കഴിയൂല എന്ന നിന്റെ ബോധമാണ് നിന്റെ ശുക്ർ. ഇനി അജൽതു അൻ അഷ്കുറ നിഅമതക യാ റബ്ബി, റബ്ബേ നീ ചെയ്ത നിഅമത്തിന് നന്ദി ചെയ്യാൻ എനിക്ക് കഴിയൂല. ഫഖാല റബ്ബു, അപ്പോൾ റബ്ബ് പറഞ്ഞു അൽ ആന ശകർതനി യാ ദാവൂദ്, ദാവൂദേ ഇപ്പോൾ താങ്കൾ ശുക്ർ ചെയ്ത് കഴിഞ്ഞു. അതെന്നെ എന്ത്? അജിസ്. എന്താ അജിസിന്റെ അർത്ഥം? പറയേ. അയോഗ്യത, അശക്തത, കഴിവില്ലായ്മ, അജിസ്. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ നിധി എന്താണ്? ലാ ഹൗല വലാ ഖുവത. എന്താ ഈ ലാ ഹൗല വലാ? അത് അജിസാണ്. അലാ അദുല്ലുക്കും അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന ഖാലു ബലാ യാ റസൂലല്ലാഹ് ഫഖാല النبي صلى الله عليه وسلم لا حول ولا قوة إلا بالله العلي العظيم. അത് അജിസ. هي على الصلاة هي على الفلاح. നിസ്കരിക്കാൻ വരൂ, വിജയത്തിലേക്ക് വരൂ. അപ്പൊ നമ്മൾ എന്താ പറയണത്? അജിസ, അജിസ്. കഴിയൂല, 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 കഴിയൂല. നിസ്കരിക്കാൻ കഴിയൂല, വിജയിക്കാൻ കഴിയൂല. ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂല, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയൂല. ഈ ചെയ്യണം, നീ ചെയ്തെന്നാ കഴിയും. ഞങ്ങൾക്ക് സ്വയം അങ്ങനെ. അപ്പം നിസ്കരിക്കാൻ വിളിക്കുമ്പോൾ അജിസ പറയണത്, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറയാൻ കഴിയൂല. അജിസ്, അജിസ് നിന്ദ്യതയാണ്, അജിസ് നിന്ദ്യതയാണ്. ഒരാൾ ഹജ്ജിന് പോയി വന്നിട്ട് എന്ത് പറഞ്ഞു? മീന് അറഫയൊക്കെയാണ് പള്ളർച്ച കിട്ടിയിട്ടുണ്ട്, മുസ്ദലിഫൊക്കെ നന്നാക്കിയാണ് എമ്പാട് തന്നെ മണിക്കൂർ കണക്കിന് തെൽബിയത്തും ചൊല്ലിയാണ്ട് ഇരുന്നവിടെ. പിന്നെ ആ പറഞ്ഞ മാതിരി തന്നെ സുബൈ നിസ്കരിച്ചിട്ട് വന്ന് ജംറത്തുൽ അക്ബറിനെ എറിഞ്ഞ് മുടി മുറിച്ചു. പിന്നെ ഒക്കെ ഞാൻ ആരും നോക്കില്ല, ഞാൻ നന്നാക്കി അമലൊക്കെ കൃത്യം. അൽഹംദുലില്ലാഹ്, ഇത്രയൊന്നും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഒരുത്തൻ ഹജ്ജ് കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? പഠിച്ചോനെ, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നിന്റെ ലിസ്റ്റിൽ നിന്റെ പേരോട്ട് ഉണ്ടാകാൻ സാധ്യതയും ഇല്ല. പഠിച്ചോനെ, എന്നാൽ ജി അഫുവല്ലേ, ഇത് ദാപ്പ് കൊടുക്കണോനല്ലേ, നീ യോഗ്യനും ഞാൻ അയോഗ്യനുമല്ലേ, നീ ശക്തനും ഞാൻ അശക്തനുമല്ലേ, നീ മഹാനും ഞാൻ ദുർബലനുമല്ലേ, നീ കൽപ്പിച്ചവനും ഞാൻ ചെയ്യേണ്ടവനുമല്ലേ, നീ ചെയ്യാൻ വിചാരിച്ചതുപോലെ ഞാൻ ചെയ്യണമെന്ന് നീ വിചാരിച്ചതുപോലെ ചെയ്യാൻ എനിക്കോട്ട് കഴിയൂല. ഈ വ്യക്തി വിജയിച്ചു. എന്തുകൊണ്ട്? ഈ വ്യക്തി എന്ത് വെളിവാക്കി? അജിസ്, ആ മനുഷ്യന്റെ കഴിവില്ലായ്മ. അവസാനിപ്പിക്കാൻ ദുആ പറയാൻ വേണ്ടി വന്നതല്ല ഞാൻ, ദുആന്റെ സദസ്സുമല്ല. ഓരോരുത്തരും അവനവന്റെ നഫ്സിലേക്ക് നോക്കുക. ഞാനെന്നെ മാത്രമല്ല, പിന്നെ ഒക്കെ അല്ലാഹു നോക്കിക്കോളും, പേടിക്കണ്ട. അലാ റബ്ബിഹിം യതവക്കലൂൻ. മൊബൈൽ ഓഫ് ചെയ്യേ, മൊബൈൽ ഓഫ് ചെയ്യേ. ഈ അലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന വാക്കിന് അർത്ഥം എന്താ? ബാപ്പയും മകനും രണ്ടാളും ബിസിനസ് മാൻമാരാണ്. ബാപ്പാക്ക് 60, മകന് 30 അല്ലെങ്കിൽ 35. രണ്ടാളും ബോംബെ പോയി. മൊബൈലില്ലാത്തൊരു കാലത്ത് നിന്ന് കൂട്ടിക്കോ. ബോംബെ പോയി ഇറങ്ങി, രണ്ടാളും ബിസിനസ്സിൻ്റെ വഴിക്കൊക്കെ പോയി. ബാപ്പാൻ്റെ ഏരിയയിൽ പോയി, മകൻ്റെ ഏരിയയിൽ പോയി. അങ്ങനെ ബിസിനസ് മീറ്റിങ്ങിലൊക്കെ ബാപ്പയും പങ്കെടുത്തു, മകനും പങ്കെടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ശനിയാഴ്ച രാവിലെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ നടന്നിരുന്നു. അങ്ങനെ ശനിയാഴ്ച രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ബാപ്പ എത്തിയില്ല. കുറെ നേരം മകൻ അങ്ങനെ ഇരുന്നു. പിന്നെ വണ്ടി വന്നു, കയറി പോന്നു. ആ വണ്ടി കിട്ടിയില്ല വാപ്പാക്ക്. വാപ്പ അടുത്ത വണ്ടി. വാപ്പ എന്ത് വിചാരിച്ചു? ഓൻ പോയിട്ടുണ്ടാവും, ഓൻ വലിയ വളവനാ.
അപ്പൊ അടുത്ത വണ്ടി വന്നു, പാപ്പിയും പോന്നു. രാവിലെ മകനെത്തി, ഉച്ച കഴിഞ്ഞൊരു വാപ്പി എത്തി. രണ്ടാളും സിറ്റ് ഔട്ടിൽ നിന്ന് പെരും ചിരി. എന്താ കുറച്ചേനൊക്കെ കാത്തു, നിങ്ങൾ നോക്കണ പണിയുള്ള എനിക്കിവിടെ ഓഫീസിൽ പോകണം, എന്തൊക്കെ തലവേദന. എന്താ പറയുക വിഷയം? മകൻ യോഗ്യനാണ്. ഇവൻ ബാപ്പാന്റെ ഒപ്പം ബോംബെ കാണാൻ വേണ്ടി 4-ാം വയസ്സിൽ പോയി സങ്കല്പിക്കും. ഇവിടെ കേട്ടോ കുഞ്ഞുമാനെ എന്ന് പറഞ്ഞ് ബാപ്പ പോയിട്ട് പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാപ്പാനെ കാണാനില്ല. ബാപ്പ കയ്യൊക്കെ വേണ്ടി ഹോട്ടലിൽ കയറിയത്. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് കയ്യൊക്കെ കയറി. പിന്നെ കയ്യങ്ങണ സ്ഥലത്തൊക്കെ നോക്കണി ഒന്ന് അപ്പുറത്തെ കസേരയ്ക്ക് നോക്കിയതാ. പിന്നെ ബാപ്പാനെ കാണാനില്ല. ബാപ്പ അതിൻ്റെ ഇടയ്ക്ക് മൂത്തിരിക്കാൻ പോയതാ. അപ്പൊ നിറയെ കരഞ്ഞു. എന്തുകൊണ്ട്? കുട്ടിയുടെ അജിസറിയും. ഇവൻ തന്നെ 30 വയസ്സായ ബാപ്പാനെ കാക്കൂല. എന്തുകൊണ്ട്? പറയട. എന്തുകൊണ്ട്? അവന്റെ കൈവറിയും കുട്ടിയുടെ ആജിസറിയും വയലറബിയും എത്തവക്കലും അർത്ഥം വെച്ച് നോക്കാം. അതല്ലേ പറഞ്ഞത്? ബാം 4-ാം വയസ്സിൽ ബോംബെ കാണാൻ വേണ്ടി ബാപ്പ ബിസിനസ്സിന് എന്തോ പർച്ചേസിന് പോയപ്പോൾ ബാപ്പാൻ്റെ ഒപ്പം പോയ കുട്ടിയാണ് ഇജ്. അപ്പം എനിക്ക് ബാപ്പ അല്ലാത്തൊരു അവലംബം ഇല്ല. വയലറബിയും എത്തവക്കലും എനിക്കൊരു അവലംബമല്ല. എൻ്റെ അവലംബം ആര് മാത്രം? അള്ളാഹു മാത്രം. നമ്മൾക്ക് നമ്മൾ നരകണ്ടെന്നൊക്കെ കേട്ടാൽ നമ്മൾ എന്താ പറയും? എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ അവിടെ ചെന്നാൽ അപ്പം അതിനൊരു വലിയ അപ്പം ഉണ്ടാവും. അങ്ങനെയായ നരകാണ്, ഇങ്ങനെയാണ്, മറ്റൊരാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ടപ്പോൾ ഇവനെന്ത് വിചാരിച്ച്? അതൊക്കെ ശരി തന്നെ. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അതിനൊരു എന്തെങ്കിലുമൊക്കെ പരലോകത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഞാൻ ഉണ്ടാക്കും. ഇതാര് പറഞ്ഞതാ? ഒരു തമ്മാടി, ഒരു കാഫിർ. ബൈ ചാൻസ് ഞങ്ങൾ പരലോകം ഉണ്ടാകുകയാണെങ്കിൽ നീ പറഞ്ഞതുപോലെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടത്തെക്കാൾ വലിയത് അവിടെ ഉണ്ടാക്കാനും എനിക്ക് കഴിയും. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ മത്സരി ചെന്നാലും നീ പടച്ചോൻ അങ്ങനത്തെ ഒരു മത്സരം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഒപ്പിക്കൽ നടക്കാൻ പറ, എനിക്ക് കഴിയും. റബ്ബ് തരുന്നല്ല, അവിടെ ഞാൻ എന്താ ചെയ്യും? ഞാൻ അവിടെ അങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല. എന്ത് പഠിച്ചോനാണ് ഞാൻ പറ്റാൻ വല്ലാൻ വിടുന്നില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെ അജസിനെ ചിന്തിക്കാം. 800 വട്ടം ലഖദ് ജാഅക്കും ഓതി വരാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവരും യോഗ്യന്മാരെന്നെ. പക്ഷെ റിസ്ഖിന് ഏത് കാര്യത്തിനും ആരും യോഗ്യന്മാരല്ല. ഒരു വർഷത്തെ റിസ്ഖുമായി ബന്ധപ്പെട്ടതാണ് 1000 വട്ടം ആശുറയിലെ ലഖദ് ജാഅക്കും. എനിക്കൊരു യോഗ്യതയില്ല. ഏത് കച്ചവടവും ഇന്ന് പൂട്ടാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഏത് ജോലിയിൽ നിന്നും ഇന്ന് പിരിച്ചുവിടാം. ഏത് വരുമാനവും ഇന്ന് മുടങ്ങാം. റബ്ബിനെ അവലംബിക്കാം.